ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കാൽവരിപ്പള്ളിയുടെ മുൻപിലായിട്ടാണ്. ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിനെ കുരിശിത്തറച്ച ആ സ്ഥലമാണ്, അവിടുത്തെ കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും അതിവിശുദ്ധമായ സ്ഥലത്തേക്കാണ്. ഇവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ മരണവും ഉദ്ധാനവുമെല്ലാം നടന്ന ഹോളി സെപ്പുലർ ചർച്ച്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം നടന്ന ആ സ്ഥലത്തേക്കാണ്. ഈ കാണുന്ന 19 പടിക്കെട്ടുകൾ കയറി വേണം യേശുക്രിസ്തു കുരിശിൽ മരിച്ച ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ. നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു കുരിശിലേറിയത്. നമ്മൾക്ക് ചെറിയൊരു വേദന വരുമ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ആ അനുഭവിച്ച പീഡസകൾ എത്രയോ വലുതാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. കുരിശിൻ്റെ യാത്രയും അതുപോലെ തന്നെ പച്ച മനുഷ്യനെ കുരിശിത്തറയ്ക്കുന്ന അവസ്ഥയും. ഈ കാണുന്ന സ്ഥലത്താണ് യേശുക്രിസ്തുവിൻ്റെ കുരിശ് നാട്ടിയിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം. ഏതൊരു വിശ്വാസിയും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കൈതൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അവർ പോകാറ്. അത്രയും വിശുദ്ധമായ ഒരു സ്ഥലം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം. AD 333 കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജ്ഞിയാണ് യേശുക്രിസ്തുവിൻ്റെ കുരിശ് കണ്ടെടുക്കുകയും ഇവിടെ സ്ഥാപിച്ച് ഇവിടെ ഒരു ചർച്ച് രൂപത്തിൽ പണിയെടുപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പാറയുടെ ഒരു നമ്മൾ ചില്ലിട്ട് വെച്ചേക്കുന്നത് കണ്ടു. ആ പാറ യേശുക്രിസ്തുവിൻ്റെ മരണശേഷം പാറകൾ രണ്ടായി പിളർന്നു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അതിൽ ഒരു പാറയുടെ കഷ്ണമാണ്. ആ ബാക്കി പകുതി ഭാഗം താഴെ നമുക്ക് ഇതിന് തൊട്ട് താഴെയായിട്ട് അത് അവിടെ ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. യേശുവിൻ്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചുവർ ചിത്രങ്ങൾ നമുക്കിതിൻ്റെ ചുറ്റുപാടും മുകളിലും സൈഡിലൊക്കെ ആയിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ യേശുവിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഉരിഞ്ഞെടുക്കുന്നതും ഒക്കെ നമുക്കവിടെ ചുവർ ചിത്രമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കണ്ടതിന് ശേഷം പുറത്തിറങ്ങി നമുക്ക് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട്. ഈ ദുഃഖ വെള്ളിയാഴ്ച ദിനത്തിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ കാഴ്ചകൾ കാണാം. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, 1000 സൂര്യനെ വെല്ലുന്ന ശോഭയും. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം,